ഓ, ഞാൻ സെയിം ലിങ്ക് തന്നെയാണ് പ്രഭു ഷെയർ ചെയ്തോളാം. जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवर धारी जय गिरिवर धारी जन वल्लभ जय गिरिवर धारी जय गिरिवर धारी जय ब्रजजन रंजना जय ब्रजजन
बलराम भगवान की, किसी गौर निताई की, श्रील प्रभुपाद की, निताई गौर प्रेमानंद। भागवतम फिफ्थ कैंटो फिफ्थ चैप्टर टेक्स्ट नंबर 31. ഇന്ന് നമ്മുടെ ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്കന്ധം അഞ്ചാം അധ്യായം 31 ചർച്ച ചെയ്യും. Now this we can't sing, just I speak one word, you just repeat after me one time. ഇതൊരു ക്രോസ് വേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റ് പാടാനായിട്ട് പറ്റില്ല. ഞാൻ ഓരോരോ വാക്കുകൾ പറയാം, നിങ്ങൾ അതിനെ ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। सुकुमार विपुला अवयवा सुंदर स्मिता वदना महाउत्सवेन पुरवनितानां मनसि कुसुमसरासनं उपधानः पराग कुटिल जटिल कपिश केश भूरिभारः अवधूत मलिना निज शरीरेण ग्रहगुणितः इव अदृश्यत. You can read it from what meaning and then translation. വാഗർത്ത അതിസുകുമാര വളരെ മൃദുലമായ കര കരങ്ങൾ ചരണ പാദങ്ങൾ ഉദരസ്ഥല വക്ഷസ് വിപുല ദീർഘമായ ബാഹു കരങ്ങൾ ഹംസ തോളുകൾ ഗള കണ്ഠം പതന മുഖം ആദി മുതലായവ അവയവ അവയവ
വിന്യാസ യഥേഷ്ടം സ്ഥിതി ചെയ്യുന്നു. പ്രാകൃതി പ്രകൃതിയാൽ സുന്ദര സുന്ദരമായ സ്വാഭാവികമായ അന്തഹാസത്തോടെ സുമുഖ അദ്ദേഹത്തിന്റെ സുന്ദരമായ പഠനം നമ്മൾ അറിയുന്നത് പുതിയ താമരത്തിന്റെ തലങ്ങൾ പോലെ ശിശിര സർവ ദുഃഖങ്ങളും അകറ്റും. അരുണ ചുവന്ന ആയത വികസിച്ച നയന കണ്ണുകളാൽ രുചിര മനോഹരമായ സദൃശമായ സുഗന്ധ സൗന്ദര്യം കപോല നെറ്റി കർണ കാതുകൾ കണ്ട കഴുത്ത് നാസ്വ അദ്ദേഹത്തിന്റെ നാസിക വിഗൂഢ സ്മിത ആഴമുള്ള പുഞ്ചിരി വദന അദ്ദേഹത്തിന്റെ മുഖത്ത് മഹാഉത്സവേന ഉത്സവം പോലെ കാണപ്പെടുക പുരവലികാന ചെയ്യുന്ന സ്ത്രീകളുടെ മനസ്സിൽ ഹൃദയത്തിൽ കുസുമ ശരാസനം ദേവൻ ചുറ്റിനും അവലംബനമാണ് കുടില ചുരുണ്ട ജടില ജടകെട്ടിയ കപീശ തവിട്ട് നടക്കുന്ന കേശ തലമുടിയുടെ ഭൂരിഭാഗം വളരെ സമൃദ്ധമായിട്ട അവധൂത അവഗണിക്കപ്പെട്ട അലീന ബുദ്ധികെട്ട ശരീരധരൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ ദൃഢഗൃഹീത പ്രയത്നത്താൽ നിരയാക്കപ്പെട്ട പോലെ യുവ പോലെ അദൃശ്യത അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണ കൃപാമൂർത്തി ഭക്തി വേദാന്ത സ്വാമി വിവർത്തനം. ഋഷഭദേവന്റെ കരചരണങ്ങളും വർഷ സുദീർഘങ്ങളും തോളുകളും മുഖവും മറ്റവയവങ്ങളും ഘടനയുക്തമയും മനോഹരങ്ങളുമായി സ്വാഭാവികമായി സുന്ദര മന്ദഹാസത്താൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടതായിരുന്നു. അതിപ്രഭാതത്തിൽ ഹിമകണങ്ങൾ ചൂടി വിടർന്നു നിൽക്കുന്ന പുതിയ താമരപ്പൂവിന്റെ ഇതളുകൾ കണക്കെ അരുണാഭമായ മിഴിയിണകൾ അദ്ദേഹത്തിനെ കൂടുതൽ മനോഹരനാക്കി. അദ്ദേഹത്തിനെ ദർശിക്കുന്ന ആരുടെയും എല്ലാ കുഴപ്പങ്ങളും ഇല്ലാതാക്കുന്ന അദ്ദേഹത്തിന്റെ കൺകുഴികങ്ങളും വളരെ സുന്ദരങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റി, കർണകൾ, ഖണ്ഡം, നാസികൾ തുടങ്ങിയ എല്ലാ അവയവങ്ങളും വളരെ മനോഹരങ്ങളായിരുന്നു. മനോഹരമായ മധുമന്ദഹാസത്താൽ ആ മുഖം സദാ അതിസുന്ദരമായിരുന്നതിനാൽ വിവാഹിതരായ മലകൾ പോലും അദ്ദേഹത്തെ ആകർഷിക്കപ്പെട്ടു. കാമദേവന്റെ അമ്പുകൾ മേലിൽ തുറന്നു ചേരുന്ന അനുഭവമായിരുന്നു ചുരുക്ക സമൃദ്ധമായി തവട്ട് നിറമാവുന്ന തലമുടി അശ്രദ്ധ മൂലം ശിഥിലമായി ശരീരം പൊടി വീണ്ടും മലിനമായി കാണപ്പെട്ട അദ്ദേഹം ഒരു പ്രയത്നം വീട്ടാടപ്പെടുന്ന പോലെ. ഋഷഭദേവൻ തന്റെ ശരീരത്തെ തീരെ ശ്രദ്ധിക്കാതെ അവഗണിച്ചിരുന്നുവെങ്കിലും ആ ശരീരത്തിന്റെ അതീന്ദ്രിയ സവിശേഷതകൾ അത്യാകർഷങ്ങളായിരുന്നതിനാൽ വിവാഹിതരായ സ്ത്രീകൾ പോലും അദ്ദേഹത്തിൽ ആകൃഷ്ടരായിരുന്നു. സ്വതേ മനോഹാരിതയും ചെറിയും രണ്ട് വൃത്തിഹീനതകളും സമന്വയിച്ച ശരീരത്തോടു കൂടി അദ്ദേഹം ശരിക്കും ഒരു പ്രയത്നം വേട്ടയാടപ്പെടുന്നത് പോലെ കാണും. Hare Krishna, Hare Krishna, Krishna Hare Hare. I'm very thankful to Sashi Prabhu and all of your senior sitting here and all of you. Actually, I don't know, but suddenly yesterday, he won
I am either telling what to say, yes or no. എനിക്ക് ജഗസാക്ഷി പ്രവർത്തനോട് മറ്റു ഭക്തന്മാരോട് വളരെയധികം ഞാൻ ഇന്നലെ എനിക്ക് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയത് ഇന്ന് ക്ലാസ് എടുക്കണം എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു ഉത്കണ്ഠയുണ്ട്. So my Gurudev taught me that we should not, miss association of devotees. പക്ഷേ എന്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭക്തന്മാരുടെ സംഘം കിട്ടുന്ന അവസരത്തിൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. I am here to take association from all of you. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അസോസിയേഷൻ കിട്ടാൻ. Something you say which is Prabhupada given us as it is, Guru Parampara given us as it is. നമ്മൾ എന്തെങ്കിലും പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ കാര്യം യഥാർത്ഥമായി All of your blessings, I tried to speak whatever my Gurudev from the heart guide me. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് എന്റെ ആത്മീയ ഗുരു എനിക്ക് നൽകിയത് കാര്യം അതേപോലെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഇംഗ്ലീഷ് അത്ര മെച്ചമല്ല, പക്ഷെ പ്രഭു മനസ്സിലാക്കി. I also my own experience in ISKCON now. എനിക്ക് ISKCON ടിക്കറ്റ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. In bhakti, more than intelligence, experience also important now. ഭക്തിയിൽ നമ്മുടെ ബുദ്ധിയെക്കാളും പ്രാധാന്യം നമുക്കുള്ള അനുഭവം. Because you see, you go to the all these slokas from 28, 29, 38, 31, 32nd, 33rd, 34th, all these slokas, there are sometimes we misconcept regarding the Lord Vishnu. ഈ ശ്ലോകങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഋഷിത്വത്തിനെ കുറിച്ചുള്ള ചില ധാരണകൾ മനസ്സിലാക്കാം. All these 6 slokas, 2 things are exhibiting. ഈ ശ്ലോകങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. One side you can see the Avadhuta avatar of Lord Vishnu. ഒരു സൈഡിൽ നമുക്ക് വിശ്വദേവിയുടെ അവബോധ ഭാവം കാണാൻ പറ്റും. And the other side is beauty also mentioned. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സൗന്ദര്യവും പറയുന്നു. From our mundane concept or mundane thinking, we can't accept all these things immediately. പക്ഷെ നമ്മുടെ ഭൗതികമായ കാഴ്ചയിൽ അവബോധം അതേസമയം സൗന്ദര്യമാണ് എന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. Even though we are in devotional service, we still sometimes something is beyond our imagination. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കും. Like we see that Chitraketu has 1 crore wives. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു ചിത്രകേതു 1 കോടി പത്നിമാരുണ്ടായിരുന്നു. Raja Ugrasen has 1 crore servants. ഉഗ്രസേനന് 1 കോടി സേവകന്മാരുണ്ട്. I came from the Dwarka. ഞാൻ ദ്വാരകയിൽ നിന്നാണ് വരുന്നത്. Present Dwarka only 10 square meter area actually. Around ദ്വാരകയിലെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ 10 square kilometer area. 10 സ്ക്വയർ കിലോമീറ്റർ ഏരിയ മാത്രമേ ദ്വാരകയിൽ. Main Dwarka is 30 kilometers away from the main Dwarka temple. ദ്വാരക എന്ന് പറയുന്ന സ്ഥലം ദ്വാരകാധീശ ക്ഷേത്രത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ്. When we read the scriptures, we get really confused. പക്ഷെ നമ്മൾ ഇത് ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് ശ്രീ പ്രഭുപാദ് ഭഗവത്ഗീതയിൽ അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഹെഡിങ് കൊടുത്തിരുന്ന ഭഗവത്ഗീത യഥാരൂപമാണ്. When we read or when we take our material mind, mundane mind in between, then our misunderstanding increase. പക്ഷെ നമ്മുടെ മനോഭാവം ഭൗതികപരമായ മനോഭാവം വെച്ച് ഇതിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാധാരണ കൂടുകയുള്ളൂ. Prabhupada was discussing with his disciple, I forget the maybe discussing with the disciple. ശ്രീ പ്രഭുപാദ് ഒരു കാര്യം തന്റെ ശിഷ്യനുമായിട്ട് ചർച്ച ചെയ്യുന്നു. And he Jagdananda Prabhu told Prabhupada that something from the Shastra is not we not accept immediately. അദ്ദേഹം ശിഷ്യനിങ്ങനെ പറഞ്ഞു, പ്രഭുപാദ് ശാസ്ത്രത്തിലുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. And he told that you are giving Indian philosophy. അപ്പോൾ
വിദേശ ശിഷ്യനായിരുന്നു. അതേ പറയുന്നത് ഇത് ഈ ഭാരതീയമായ തത്വചിന്തം ഞങ്ങൾക്ക് നൽകുന്നത് പോലെ തോന്നുന്നു. പ്രഭുപാദ് അദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞു. This is not Indian philosophy, this is Sanatan philosophy. ഇത് ഇന്ത്യൻ തത്വചിന്തയല്ല, ഇത് സനാതന തത്വചിന്തയാണ്. It's for all the jivas. ഇത് എല്ലാ ജീവിതാംഗങ്ങൾക്കും ഉള്ളതാണ്. If something you are not accepting, leave it that way. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അതൊന്ന് സൈഡിലേക്ക് മാറ്റി Concentrate on that area which is easy for you to understand. ഏത് കാര്യമാണ് നിനക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കും. If you keep on studying and accept with the faith on the Guru, gradually you will understand it. അപ്പൊ നമ്മൾ ആത്മീയ ഗുരുവിനോടുള്ള വിശ്വാസത്തോടുകൂടി ശ്രദ്ധയോടുകൂടി നിരന്തരമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. Prabhupada gave an example. ശ്രീ പ്രഭുപാദ് ഒരു എക്സാമ്പിൾ ഉദാഹരണം തന്നു. Sometimes even scholarly students also. ചില പണ്ഡിതരായ വിദ്യാർത്ഥികൾക്ക് പോലും When you sit on to write the exam paper, ഏതെങ്കിലും ഒരു പരീക്ഷാ പേപ്പർ എഴുതുകയാണെങ്കിൽ some questions are very hard to understand for him also. ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് കൂടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. Though he studied whole year, ഒരു വർഷം മുഴുവൻ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിൽ very difficult to understand some questions. ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. So what he has to do for us? അപ്പൊ എന്താണ് അയാൾ ചെയ്യേണ്ടത്? We are believing that hard question go for the easier for he understand the question that answer he can write. അപ്പൊ ആ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ മാറ്റി വെച്ചിട്ട് അറിയുന്ന ചോദ്യങ്ങൾ എഴുതാനായി If he concentrate on the hard one, he will waste the time and soon the time of to write the exam, the paper will finish. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ എളുപ്പമുള്ള കാര്യങ്ങൾ എഴുതാനുള്ള സമയം നഷ്ടപ്പെടും. പരീക്ഷ കഴിഞ്ഞു. That's why we have to accept all these things as it is. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥമായി തന്നെ ഉൾക്കൊള്ളണം. There are even a three types of adhikari. Three types of adhikari. അതുകൊണ്ട് ഭക്തിയിൽ 3 തരം അധികാരികളുണ്ട് എന്ന് പറയും. Kanishthadhikari, Madhyamadhikari, and Uttamaadhikari. കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. Now what is the difference between three? ഈ 3 പേർക്ക് തമ്മിൽ എന്താ വ്യത്യാസം? The Kanishthadhikari means they have faith but they don't study Shastra. കനിഷ്ഠാധികാരി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈശ്വരനെ കുറിച്ച് വിശ്വാസമുണ്ട്, പക്ഷെ ഈശ്വരന്റെ നിർദ്ദേശങ്ങളായ ശാസ്ത്രങ്ങൾ പഠിക്കാറില്ല. The Madhya means they studied Shastra very scrutinizingly, but faith is in between, heavily. പക്ഷേ മധ്യമാധികാരി എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് വിശ്വാസമുണ്ട്, ഈശ്വരന്റെ നിർദ്ദേശങ്ങളായ ശാസ്ത്രത്തിനോട് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ ശാസ്ത്രങ്ങൾ നല്ലപോലെ പഠിക്കും, പക്ഷെ അവരുടെ വിശ്വാസം ഉറച്ചതല്ല, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. Uttamaadhikari means they have faith also and study scripture scrutinizingly. ഉത്തമാധികാരി എന്ന് പറഞ്ഞാൽ ഈശ്വരനും ശാസ്ത്രത്തിലും അചഞ്ചലമായ വിശ്വാസം, ശാസ്ത്രങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്യും. That's why Srila Prabhupada successful when he went to the West. ഇതാണ് ശ്രീല പ്രഭുപാദിന്റെ വിജയത്തിന് ആധാരം. അദ്ദേഹം വിദേശത്തേക്ക് പോയത് Because he actually totally swallowed the scriptures by himself following and he has strong faith in his Gurudev. He has swallowed the Shastra and strong faith at the same time in his Gurudev wording. അത് ശ്രീല പ്രഭുപാദിന് ശാസ്ത്രത്തിന്റെ പൂർണ്ണമായിട്ട് അദ്ദേഹം മുഴുകി സ്വാർത്ഥമാക്കി, അതേസമയം തന്നെ അദ്ദേഹത്തിന് ആധ്യാത്മിക വിശ്വാസം. So 28 same that he page number 28 as going with the one sentence only. Yes, 28 last line of the translation. Read this last line only. Last line of translation. Yes, okay, no problem. Take your time. 28. Text number 28. Same chapter. Go back. Last line. Our 31st one. Okay, I'm reading in English. Prabhupada written in translation. Then the Lord took the sacrificial fire within himself and he left Brahmavrata to tour the whole world. Same chapter. Go back 28.
Same chapter. Last line of translation. Please read. 5:28 അവസാനത്തെ ട്രാൻസ്ലേഷൻ. Last line. Last line of translation. Translation. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama. Last line. അവൻ പാറിപ്പറന്ന മൊഴിയോടുകൂടി ഒരു പ്രാർത്ഥനയെ പോലെ ജീവിച്ചു. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ യാഗാഗ്നി എടുത്ത് ഭഗവാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവർദ്ധം ഉപേക്ഷിച്ച് യാത്രയായി. Now you return that the Lord took the sacrificial fire ഇവിടെ within himself. ഇവിടെ എഴുതിയിരിക്കുന്നു, ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആ യജ്ഞാഗ്നി എടുത്തു. That exhibit Lord Rishabhadev's mystic powers. ഇവിടെ ഋഷഭദേവന്റെ മിസ്റ്റിക് പവർ, യോഗശക്തി നമുക്ക് വെളിവാകും. 6-7 ശ്ലോക mentioned here. ഈ ശ്ലോകത്തിൽ എന്തുകൊണ്ടാണ് ശ്രുതി ഗോസ്വാമി പറയുന്നത്? Because he is showing that those who are pure devotee of the Lord, they are achieve all the Ashtasiddhis at the same time. They reject all these Ashtasiddhis. ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധ ഭക്തന്മാർക്ക് യോഗത്തിന്റെ അഷ്ടസിദ്ധികളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അവര് ഈ അഷ്ടസിദ്ധികൾ അവർ ഉപേക്ഷിച്ചു. They are not after for this Ashtasiddhi, but Ashtasiddhi running after them. ഈ ഭക്തന്മാര് യോഗ അഷ്ടസിദ്ധികളുടെ പുറകെ അല്ല, അഷ്ടസിദ്ധികൾ ഈ ഭക്തന്റെ പുറകെയാണ്. Because they want, there are 4 Purushartha, Dharma, Artha, Kama, Moksha. കാരണം അവർക്ക് 4 പുരുഷാർത്ഥം, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. That is according to the Vedas. ഇത് വേദങ്ങളനുസരിച്ചാണ്. Chaitanya Mahaprabhu introduced 5 Purusharthas. പക്ഷെ ചൈതന്യ മഹാപ്രഭു 5ാമത്തെ പുരുഷാർത്ഥം He introduced Krishna Prema to serve with the devotional service. ചൈതന്യ മഹാപ്രഭു കൃഷ്ണ പ്രേമമാണ് നൽകിയത് ഭക്തിയുടെ സേവനത്തിലൂടെ. Vedas is the actual name of the scriptures or the teaching. Vedas give us the enjoyment also. വേദങ്ങൾ നമുക്ക് ആത്മീയമായി നൽകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഭൗതിക സന്തോഷത്തിനുള്ള അവസരങ്ങളും നൽകുന്നു. And we as a devotee, when we are become senior or maybe we are chanting regularly, all these things automatically come to us by Gurudev worship of Guru Param. നമ്മൾ ഭക്തനായി കഴിയുമ്പോൾ, നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിച്ചു കഴിയുമ്പോൾ ഈ ധർമ്മ, അർത്ഥ, കാമം എല്ലാം നമ്മുടെ അടുത്തേക്ക് സ്വാഭാവികമായി വന്നു ചെയ്യും. Money, woman, power, and everything will come automatically. നമ്മുടെ അടുത്തേക്ക് പണം വന്നു ചെയ്യും, സ്ത്രീകൾ വന്നു ചെയ്യും, ശക്തികൾ വന്നു ചെയ്യും, എല്ലാം നമ്മുടെ അടുത്തേക്ക് സ്വാഭാവികമായി വന്നു ചെയ്യും. Today we see the shloka that the Lord worship like the Lord Mother, Tante. ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു ഋഷഭദേവൻ മദൻ കാമദേവൻ. And women get attracted towards him. ആ സ്ത്രീകൾ അദ്ദേഹത്തിനോട് ആകർഷിതരായി വരും. At the same time, we are seeing that he is a dumb, mad person sitting at one place like a cow. പക്ഷെ അതേസമയം തന്നെ ഋഷഭദേവൻ ഇത്രയും ആൾക്കാർ തന്നെ ആകർഷകനായിട്ട് ഒരു മന്ദബുദ്ധിയെ പോലെ, ഒരു പശു എവിടെയാണോ കിടക്കുന്നത് അതേപോലെ ചേർന്നുകൊണ്ട് കിടന്നു. Why doing this? എന്തുകൊണ്ടാണ് One of the written that I think 38 that he avoided or he separated himself from the material insult of these people. കാരണം ഇതിന് റിസൾട്ട് പറയുന്നുണ്ട് ഋഷഭദേവൻ ഭൗതികമായ ആൾക്കാര് അദ്ദേഹത്തെ നിന്ദിക്കുന്നതിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത്. Because more we try to do the devotional service, more things, these things going to attack us. നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭൗതികമായ ശത്രുക്കൾ
കൂടുതൽ വന്നുകൊണ്ട് The example of Lord Vishnu, we can come to know that he is not everything, but he allows himself from all these things. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഋഷഭദേവന് ഭക്തിയുടെ സേവനം വേണ്ടി എല്ലാ സൗകര്യങ്ങളും വന്നെങ്കിലും അതിൽ നിന്ന് മാറി നൽകാനാണ്. And if you see the last book of this chapter, book number 35. See. Please read the translation. Thank you. ശ്ലോകത്തിൽ 5:35 അതിലെ വിവർത്തനമാണ്. അല്ലയോ പരീക്ഷ മഹാരാജാവേ, എല്ലാ യോഗികൾക്കും നിഗൂഢ പ്രക്രിയ കാണിക്കുന്നതിന് വേണ്ടി മാത്രം കൃഷ്ണ ഭഗവാന്റെ ഭാഗിക വിസ്തൃതമായ ഋഷഭദേവൻ അത്ഭുത പ്രവൃത്തികൾ പ്രകടിപ്പിച്ചു. വാസ്തവത്തിൽ അദ്ദേഹം മോക്ഷത്തിന്റെ യജമാനനും പൂർണ്ണമായി അതന്ത്രിയ ആനന്ദത്തിൽ 10,000 മടങ്ങ് വർദ്ധിച്ചിരുന്നു. കൃഷ്ണ ഭഗവാൻ വസുദേവന്റെ പുത്രനായിരുന്ന ഋഷഭദേവന്റെ യഥാർത്ഥ പ്രഭാവം അദ്ദേഹം വ്യവസ്ഥാനുസൃതമായ പദവിയിൽ നിന്ന് യാതൊരു ഭിന്നതയും ഉണ്ടായിരുന്നു. പരിണിതഫലമായി ഋഷഭദേവൻ പ്രേമഭക്തിയുടെ ലക്ഷണങ്ങളായ കരച്ചിൽ, ചിരി, വിറയൽ എന്നിവ ഉണർത്തി. അദ്ദേഹം സദാ അതീന്ദ്രിയ സ്ത്രീകത്തിൽ അതുമൂലം ശൂന്യാകാശത്തിലൂടെ മനസ്സിന്റെ വേഗത്തിൽ സഞ്ചരിക്കുകയും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുക. പരകാല പ്രവേശനം നടത്തുക, വിദൂരയിൽ നിന്ന് വസ്തുക്കൾ കാണാൻ കഴിഞ്ഞാൽ തുടങ്ങിക്കൂടി യോഗശക്തികളെല്ലാം സ്വാഭാവികമാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്ത് കഴിയുമാണെന്ന് അദ്ദേഹം ഈ ശക്തികൾ ഉപയോഗിച്ചു. He was always absorbed in transcendental love. ഇതിലെ 2 വാക്യങ്ങൾ വളരെ പ്രധാനമാണ്. ആത്മീയപരമായിട്ടുള്ള ഭഗവത് പ്രേമത്തിൽ ഒഴുകി. Last time, although he could do all these, he did not exercise his powers. അപ്പോൾ അവസാനത്തെ വഴി ഇതെല്ലാം അദ്ദേഹത്തിന് ചെയ്യുവാൻ പറ്റും. യോഗശക്തികളെല്ലാം ചെയ്യാൻ അദ്ദേഹം ആ ശക്തികൾ ഉപയോഗിച്ചു. We got borrowed mercy from our Gurudev or Guru Parampara, but we become perfect or certainly ankar. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഗുരു പരമ്പരയിൽ അതൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. Lord Vishnudev, by his own example, teaching us that how we should be absorbed in the love of the God, love of the Krishna. ഋഷഭദേവൻ അദ്ദേഹത്തിന് ജീവിത ഉദാഹരണങ്ങൾ കാണിച്ചു തരികയാണ്. ഒരുപാട് ഈശ്വര പ്രേമത്തിൽ ഒഴുകിയിരിക്കുന്നു. Why is saying like this is mad person, dumb person? What is it? ഒരു മൂവിനും ബദലേനും ഒരു പ്രാർത്ഥന പോലെ എന്തുകൊണ്ടാണ് ഋഷഭദേവൻ നടത്തുന്നത്? If you go to the 6th canto, and I think that take up the chapter 6:15, text number 10 and 11. Take your time, Guru. These are not rush. We finish the time. My Guru always thought that more is not important. Little bit we do, but we try to understand and we share with each other. 6:15, 10 and 11. Just read the translation. 6:15, chapter 15, text number 10 and 11. ഇത് 6-ാം സ്കന്ധം 15-ാം അധ്യായം 10-ാം ശ്ലോകം 11-ാം ശ്ലോകത്തിന്റെ വിവർത്തനം. 10-ാം ശ്ലോകത്തിന്റെ ചിത്രകേതു രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇരുവരും നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മറച്ച് അവധൂതരുടെ വേഷത്തിൽ ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ എല്ലാ മനുഷ്യരിലും വെച്ച് അറിവിൽ ഏറ്റവും ഗുണമുള്ളവർ നിങ്ങളാണെന്ന് ഞാൻ കണ്ടറിയുന്നു. നിങ്ങൾ എല്ലാത്തിനെയും അവയുടെ യഥാർത്ഥ രൂപത്തിൽ അറിയും. ആയതിനാൽ എല്ലാ മഹത്വം വെച്ച് ഏറ്റവും മഹത്വം നിങ്ങൾ. 11-ാം ശ്ലോകത്തിന്റെ വിവർത്തനം. കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായ വൈഷ്ണവരുടെ ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ബ്രാഹ്മണർ ചിലപ്പോൾ ഉന്മാദികളെ പോലെ വേഷം ധരിക്കാറുണ്ട്. സദാ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തരായ ഞങ്ങളെ പോലെയുള്ള ഭക്തരുടെ പ്രയോജനത്തിന് ഞങ്ങളുടെ അജ്ഞത അടയ്ക്കുന്നതിന് ഈ വൈഷ്ണവർ അവരുടെ സ്വന്തം ഇച്ഛാപ്രകാരം ലോകത്തെമ്പാടും
Narad Muni and Angela Rishi. You know the story of Hirakya Maharaj. He was wrote wife, but he don't have child. He is desperate for a child. Narad Muni and Angela Rishi. ഇവിടെ ചിത്രകേതു അദ്ദേഹത്തിന് പത്നിമാരുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് നാരദ മഹർഷി അംഗിര മഹർഷി കൂടെ ചിത്രകേതു രാജാവിന്റെ അടുത്ത് ചിത്രകേതു രാജാവ് പറയുന്നതാണ് ഈ രണ്ട് ശ്ലോകം. Hirakya Maharaj forcefully asked child from the Angela Rishi. Forcefully. അപ്പം ചിത്രകേതു മഹാരാജ് നിർബന്ധപൂർവ്വം അംഗിര ഋഷി Here Lord Vishnu forcefully keeping away from all the material things from even from the city powers. ഇവിടെ ഋഷഭദേവന് ഇതെല്ലാം അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് മാറുകയാണ്. പക്ഷെ അതേ ചിത്രകേതു അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിക്കും, ഈ അനുഗ്രഹങ്ങൾ ചോദിക്കാനാണ് ശ്രമിച്ചത്. We are learning, we are in the learning process, but still we have to uncover ourselves like the pure. നമ്മളെല്ലാവരും ഒരു പാതയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ പരിശുദ്ധ ഭക്തന്മാരുടെ അനുഭവം എന്തെന്ന് മനസ്സിലാക്കും. Lord Vishnu Yeshua mentioned that just to cover your identity. Hirakya Maharaj telling Narad Muni and Angila that you are covering your identity. ചിത്രകേതു മഹാരാജ് നാരദ മഹർഷി അല്ലെങ്കിൽ അംഗിര മഹർഷി വന്നപ്പോൾ അവധൂതന്മാരെ പോലെ വന്നപ്പോൾ ചിത്രകേതു മഹാരാജ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കവറിൽ മാറ്റുവെക്കുകയാണ്. Lord Vishnu want to cover his identity. അദ്ദേഹം എങ്ങനെയാണ് നാരദ മഹർഷി അംഗിര ഋഷി തന്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചു വെച്ചത്, അതുപോലെയാണ് ഋഷഭദേവൻ തന്റെ വ്യക്തിത്വം മറച്ച അവധൂതനെ പോലെ പ്രവർത്തിച്ചത്. ഗോപികിഷോർദാസ് ബാബുമാരെ കുറിച്ച് അറിയാം. He is sitting in the public toilet place. അദ്ദേഹം ഒരു പൊതു ശൗചാലയത്തിലാണ് ഇരിക്കുന്നത്. Because he want to avoid Gramyakata, Gramyavad. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗോപികിഷോർദാസ് ബാബുമാരെ ഈ ഗോസിപ്പുകളിൽ നിന്ന് മാറും. Most of the people, whether you meet even devotees also, they instead of talking to service, they concentrate on the mundane topic, material topic, politics, celebrity, always down that new film Pushpa second time. ഇപ്പൊ അതേപോലെ ഭക്തന്മാരാണെങ്കിലും നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന ഭൗതിക കാര്യങ്ങളാണ്. നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും പുഷ്പ സെക്കൻഡ് മൂവി വന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ എന്തിനെ ആസ്വാദനത്തിൽ ഇപ്പോഴും ആസക്തരാണ്. And that dissipate that ignorance, we take out the tamu under, take out from this tamu pravrutti, all these gurudevs, they are traveling around the world. നമ്മൾ ഈ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആധ്യാത്മിക ഗുരുക്കന്മാർ ഈ ലോകമെമ്പാടും സഞ്ചരിക്കുന്നത്. So Lord Vishnu is in one sense very merciful upon us. ഒരു തരത്തിൽ നോക്കിയാൽ ഋഷഭദേവൻ നമ്മളോട് വളരെ കാരുണ്യവാനാണ്. In Bhagavad-gita, very nice sloka. ഭഗവത്ഗീതയിൽ ഒരു നല്ലൊരു ശ്ലോകം 5.20. ചെയ്തു. न परोष्यते प्रियं प्राप्य नो द्विजेत प्राप्य च प्रियं स्थिर बुद्धि असमुंडो ब्रह्मविद ब्रह्मणि स्थितः. And speaking one line can translate. A person who neither rejoices about achieving something. ഏതൊരു വ്യക്തിയാണ് തനിക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളിൽ അമിതമായി സന്തോഷിക്കാതിരിക്കുന്നത്, Which is pleasant. അത് സന്തോഷം നൽകുന്നതായിരിക്കും. Nor laments അതിൽ വിഷമവും ഉണ്ടാവുകയില്ല. upon obtaining something എന്തെങ്കിലും മോശം കിട്ടിയാൽ unpleasant. മോശമായ ഒരു കാര്യം കണ്ടാൽ അത് വിഷമിക്കുകയില്ല. Who is self-intelligent, അദ്ദേഹത്തിന് ആത്മബുദ്ധിയുണ്ട്, who is unbewildered, അദ്ദേഹത്തിന് ഭ്രമമില്ല, and who knows the science of God, അദ്ദേഹത്തിന് ശാസ്ത്രത്തെക്കുറിച്ച് is already situated അദ്ദേഹം പൂർണ്ണമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. in transcendence. ആത്മീയ വികാരത്തിൽ നിൽക്കും. Our struggle is how we have to keep our tempo or how we have to daily keep on the transcendence. നമ്മുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആത്മീയ ജ്ഞാനത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. See, in the Avadhuta Vesha, he even tolerated the insult of the people. ഈ അവധൂത വേഷത്തിൽ ഋഷഭദേവൻ മറ്റുള്ളവരുടെ നിന്ദകളും സഹിച്ചു. People use bad words, throw the stones,
pass the bat, ball, air, but we all call it all this. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കല്ലുകൾ എറിഞ്ഞു, അദ്ദേഹത്തിനെ നിന്ദിച്ചു, അദ്ദേഹത്തിന്റെ മോശം വസ്തുക്കൾ എടുത്തെറിഞ്ഞു. But at the same time, we can see that the beauty also explained in all these slokas. His beauty also explained. പക്ഷേ His beauty also explained in the slokas. ഇത്രയും മോശമായ അദ്ഭുത അവസ്ഥയിൽ ഇരുന്നിട്ടും കൂടി അദ്ദേഹത്തിന്റെ സൗന്ദര്യം ഈ ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞു. He is sitting like a cow in a dirty place, muddy place. But all these is also explained at the same time how much is beautiful also. അദ്ദേഹം ഒരു പശുവിനെ പോലെ ഒരു അഴുക്കായ സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് പറയും. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ സൗന്ദര്യവും ശ്ലോകങ്ങളിൽ പറയും. So much beautiful that women get attracted to him. അത്രയും സൗന്ദര്യമാണ് സ്ത്രീകൾ പോലും അദ്ദേഹത്തിന് ആകർഷണമായി. See, that is the transcendence. അതാണ് ആത്മീയ വികാരം. And we see all these things in the material quantum. നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഭൗതിക തലത്തിലാണ് കാണുന്നത്. Now, how to relate it to us? That's a very important. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താണ് പ്രയോജനം, എന്താണ് നമുക്കത് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? The way we daily read the Jasya Prasada Bhagavad Prasada, sing the Jasya Prasada Bhagavad Prasada. നമ്മൾ എല്ലാ ദിവസവും അമ്പാക്കി പറയുമല്ലോ, എസ്യ പ്രസാദ ഭഗവത് പ്രസാദ. We have to go to the eyes of Guru Sadhu Shastra. നമ്മൾ ഭഗവാനെ സമീപിക്കേണ്ടത് ഗുരു ശാസ്ത്ര സാധനങ്ങൾ വഴിയാണ്. Then only we understand it. അങ്ങനെ അതിലൂടെ പോയാൽ മാത്രമേ And then if you want to keep practice for the long time, അത് തുടർച്ചയായി പരിശീലിക്കുകയാണ്. then it become your Swanubhava Mapilam Suti Sarve. It become your Swanubhava, our own experience. അങ്ങനെ കുറെ നാൾ അതിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമായി. But we run away before we get the certificate. നമ്മൾ പക്ഷേ ഇതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് Certificate is blessing from our Gurudev or the Guru Params. നമ്മൾ ഇത് തുടർച്ചയായി ചെയ്യണം. എങ്കിൽ മാത്രമേ ഗുരുവിന്റെ കൃഷ്ണത്തെ അനുഗ്രഹം ഉണ്ടാകൂ. When Chaitanya Mahaprabhu made the Prakashananda Saraswati, ചൈതന്യ മഹാപ്രഭു പ്രകാശാനന്ദ സരസ്വതി കണ്ടപ്പോൾ Prakashananda was surprised that such a talented person is not reading Vedas, is not studying Vedas, is not meditating. What's the reason? പ്രകാശാനന്ദ സരസ്വതി ഈ ചൈതന്യ മഹാപ്രഭു യുവ സന്യാസി പോലെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇത് വേദങ്ങളൊന്നും പഠിക്കുന്നില്ല, എന്ന് ധ്യാനിക്കുന്നില്ല എന്ന് പ്രകാശാനന്ദ Chaitanya Mahaprabhu always sitting at one corner, otherwise chanting and dancing in the on the street. ചൈതന്യ മഹാപ്രഭു എന്തായിരുന്നു ചെയ്തത്? ഒരു സ്ഥലത്ത് ഇരുന്ന് ജപിക്കുക, പിന്നെ ചിലപ്പോൾ നൃത്തം വയ്ക്കുക, നാമം ജപിച്ചു. Prakashananda said, what's the reason? Why are you not studying? പ്രകാശാനന്ദ സരസ്വതി ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഒന്നും പഠിക്കുന്നില്ല? He said, Prabhu kahe suna Sripada diya karan Guru more murkha dekhi karila shasana. Meaning that Prabhu kahe suna, Guru says, listen, Sripad Prakashananda, listen. What is meaning? What is the reason? I am not studying the Vedas. പ്രഭു ചൈതന്യ മഹാപ്രഭു പ്രകാശാനന്ദ സരസ്വതിയോട് പറഞ്ഞു, അങ്ങനെ ശ്രീപാദ് അച്ഛത് ഞാൻ പറയുന്നത് കേൾക്കൂ. Guru more murkha dekhi. Just explain. ഗുരു എന്നെ കണ്ടിട്ട് ഒരു മണ്ടൻ എന്ന് പറഞ്ഞു. Karila shasana means he make me discipline. Karila shasana. എന്നെ ഡിസിപ്ലിൻഡ് ആക്കി. What discipline says? Murkha tumi tomara naika vedanta adhikar. അങ്ങനെ ഒരു മൂഢൻ ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, എനിക്ക് വേദാന്തം പഠിക്കാനുള്ള അധികാരമില്ല എന്ന് ഗുരു ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു. Krishna mantra japa sada. എപ്പോഴും കൃഷ്ണന്റെ നാമം ജപിക്കാനായി പറഞ്ഞു. Yehi mantra sar. ഇതാണ് എല്ലാത്തിന്റെയും സാരം എന്ന് പറഞ്ഞു. Everyone knows that Chaitanya was so talented. ചൈതന്യ മഹാപ്രഭു അത്രയും ബുദ്ധിമാനാണെന്ന് നമുക്ക് എല്ലാവർക്കും But അറിയാം. he never executed this talent unnecessarily. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം അനാവശ്യമായി വെളിപ്പെടുത്തി. He tried to take us out of that dharma artha kama moksha. അദ്ദേഹം ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൽ നമ്മൾ ആകർഷിക്കാതിരിക്കാൻ അദ്ദേഹം അത് വെളിപ്പെടുത്തി. He want to take us on the topmost place, which is Krishna prema. അദ്ദേഹം നമ്മളെ കൃഷ്ണ പ്രേമ ഉന്നതമായ തലത്തിൽ എത്തിക്കാനാണ്. How we can get that Krishna prema? Only simple process. Hare Nam, Hare Nam, Hare Nam. എങ്ങനെ നമുക്ക് കൃഷ്ണ പ്രേമ കിട്ടുന്നത്? വളരെ ലളിതമാണ്. ഹരേ നാമ ഹരേ നാമ ഹരേ നാമ. Same way Narad Muni chastised Vyasa Muni. ഇതേപോലെയാണ് നാരദ മഹർഷി വ്യാസദേവനെ വഴക്ക് പറഞ്ഞത്.
He says, whatever is written in the name of Vedas, that is for self gratification for the people. നാല് മാസം വേദവ്യാസനോട് പറഞ്ഞു ഇതുവരെ എഴുതിയ വേദങ്ങളെല്ലാം അതിനകത്ത് ഇന്ദ്രിയ ആസ്വാദനത്തെ കുറിച്ച് പറയുന്നുണ്ട്. The two words in the first canto, 5th chapter, text number 15, 1-5-15, there are two words. 1:5-15 രണ്ട് വാക്കുകൾ പറയുന്നു. One is Jugupsiddham and another is Vedikrama. Jugupsiddham and Vedikrama. There are two words given in that sloka. Vedikrama. രണ്ട് വാക്കുകളുണ്ട്. 1:5-15 ഒന്ന് ജുഗുപ്സിതം രണ്ട് വ്യതിക്രമം. Prabhupada written in the translation, Jugupsiddham is totally condemned. ജുഗുപ്സിതം എന്ന വാക്കിന് ചില പ്രഭുപാദ ട്രാൻസ്ലേഷൻ കൊടുത്തത് പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പറ്റുന്നത്. Vedikrama is unreasonable. വ്യതിക്രമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും യുക്തിയില്ലാതെ. Because Rasamuni also compromised the full Siddhanta of the Bhakti. കാരണം വ്യാസമുനി ഇതെല്ലാം പറഞ്ഞു വച്ചെങ്കിലും ഭക്തിയുടെ ആന്തരികമായ ആ സിദ്ധാന്തം പറഞ്ഞു. Not let people enjoy this gratification slowly, they gradually come to the Bhakti path. വ്യാസമുനി ഇതെല്ലാം വേദങ്ങളെല്ലാം എഴുതിയതെന്ന് വെച്ചാല് എല്ലാവരും ഇന്ദ്രിയാസ്വാദനമൊക്കെ ചെയ്ത് പതുക്കെ അവർ പരിശുദ്ധരാവട്ടെ എന്ന് ഉദ്ദേശിച്ചു. Chaitanya Charitamrita 11,000 slokas. ചൈതന്യ ചരിതാമത്തിൽ 11,000 ശ്ലോകങ്ങളുണ്ട്. Even Chaitanya Bhagavata has 11,000 slokas. ചൈതന്യ ഭാഗവതത്തിലും ഈ 11,000 ശ്ലോകം. And Srila Prabhupada in translation up to 10 canto all Bhagavata. ശ്രീല പ്രഭുപാദ ശ്രീമദ് ഭാഗവതത്തിന്റെ 10 സ്കന്ധം മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്തു. But any part of Srimad Bhagavatam of the Srila Prabhupada or any books, Prabhupada written more than 100 books, nearly 100 books. ശ്രീല പ്രഭുപാദന്റെ 100 ബുക്സുകളുണ്ട്. അതിലെ എവിടെ നോക്കിയാലും There are different sections, different subjects in the Bhagavatam. പല സബ്ജക്ട്സുകളുണ്ട്, പല ഭാഗങ്ങളുണ്ട് ഭാഗവതത്തിൽ. But each and every sentence or each paragraph, you can see that there is a reaping of devotional service from the Prabhupada mouth. ഓരോ വാക്കുകൾ എടുത്താലും ഓരോ ഭാവാർത്ഥം എടുത്താലും അതിൽ നിന്ന് പിരിഞ്ഞു വരുന്നത് ഭക്തിയുടെ സേവനം മാത്രമാണ്. See, bhakti is we have to cultivate our consciousness. ഭക്തി എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ അവബോധത്തെ നമ്മൾ വളർത്തുക എന്ന. It should not be merely philosophy or the word juggling. ഒരു തത്വചിന്തകനോ വാക്കുകൾ പ്രയാസപ്രകാരം നടത്തുന്ന വ്യക്തിയോ ആകാൻ പാടില്ല. There are few duties or few people that are very expert in giving the classes. ചില വ്യക്തികളുണ്ട് വളരെ ഭംഗിയായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്ന വ്യക്തി. But they themselves not following us at the same. പക്ഷെ അതേസമയം പലരും സ്വന്തമായി പറയും. Our Gurudev Mahamshri Goswami Maharaj is very strict regarding this. എന്റെ ആധ്യാത്മികാചാര്യനായ മഹാവിഷ്ണു ഇത്തരം കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്തു. Even me also, Devkinanda Prabhu always put on the ground whenever he saw that we are consumed or we are ankar, subtle ankar in us. എപ്പോഴും ഞാനാകട്ടെ ഈ ദേവേന്ദ്ര പ്രഭു ആകട്ടെ മഹാരാജിന്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ഞങ്ങളെ വളരെ വഴക്ക് പറയാറുണ്ട്. കാരണം നമ്മളുടെ അഹങ്കാരം പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Ankar and nandata can't go together. അഹങ്കാരവും പ്രേമത്വവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. That's why Chaitanya Mahaprabhu says, Punadapa Sudechana Tadurpi Saishuna, Amanina Manadena Kirtaniya. കാരണം ചൈതന്യ മഹാപ്രഭു പറയുന്നത് നമ്മൾ ഒരിക്കലും ബഹുമാനം കാക്ഷിക്കരുത്. ഭഗവാന്റെ തിരുനാമത്തിൽ എപ്പോഴും ജീവിക്കാൻ. We here can see text number 33, same chapter text 33, that even stool and urine of Lord Vishnudev is a transcendent of fragrance in there. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് 33. Now all these things, we think how it's possible. നമുക്ക് അതിനകത്ത് പറയുന്നത് ഋഷഭദേവന്റെ മൂത്രവും മലവും വരെ അത്രയും ആത്മീയ തലത്തിൽ ഉയർന്നതായിട്ട് സൗരഭ്യം വരുന്നുണ്ട്. But we can experience now. We have dosha, maybe we have cow gobar, cow dung. Their fragrance is there. We can even smear our body with the cow gobar. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഗോശാലകളുണ്ട്, അവിടെ ചാണകമുണ്ട്. നമുക്ക് ആ ചാണകത്തിന് ഒരു സൗരഭ്യമുണ്ട്. നമുക്ക് പലപ്പോഴും ചാണകത്തിന് നമ്മുടെ ശരീരത്തിൽ തേക്കാറുണ്ട്. Our problem is that we think more actually act less. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയും ഒരു കാര്യം ചെയ്യുന്നുണ്ട്. Our Gurudev taught, our Guru Prabhupada taught, teaching us that we should act more and less think. അപ്പൊ എന്റെ ആത്മീയ ഗുരു അല്ലെങ്കിൽ ശ്രീ പ്രഭുപാദ നമുക്ക് പറഞ്ഞിരുന്നത് നമ്മൾ
ഒരുപാട് വെറുതെ ചിന്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. Prabhupada not only meditate on the order of the Gurudev, but his whole life acted, try to act on it. Then it becomes success. ശ്രീല പ്രഭുപാദ തന്റെ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും മനനം ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ അത് പൂർണ്ണമായിട്ട് അദ്ദേഹം പാലിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. We try to act on our mental composition. പക്ഷെ നമ്മൾ ഇങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചല്ല പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മനോനിലവാരം അനുസരിച്ച്, മാനസിക ഊഹാപോഹങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. So all these contradictions in the scriptures, ഇത്തരം വൈരുദ്ധ്യങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങളിൽ we only will accept it or will understand it when we understand Yasya Prasada Bhagavad Prasada. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് നമുക്ക് ഗുരുവിന്റെ ഭഗവാന്റെ കാരുണ്യം കിട്ടുമ്പോൾ മാത്രം. Reading the Shastra is one thing. ശാസ്ത്രങ്ങൾ വായിക്കുന്നത് ഒരു കാര്യമാണ്. Become Bhakti Shastri, Bhakti Vaibhav, that is also another thing. ഭക്തി ശാസ്ത്രീയാവുന്നത് ഭക്തി വൈഭവവും മറ്റൊരു കാര്യമാണ്. But really follow it in our life is a long way for us. പക്ഷേ നമ്മൾ ആ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. There's very nice sloka in text number 10-6. You have that very nice. I want you should read 6.17.15. 6.17.15. Only 2-3 lines are there. 6.17.15. You got it? See the third paragraph, and there's a sloka given. Devi Shakudami. After that is read. After that, not sloka. Read slokas. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 17-ാം അധ്യായം 15-ാം ശ്ലോകമാണ്. അതിന്റെ ഭാവാർത്ഥത്തില് ശ്രീ പ്രഭുപാദ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ദേവി കേശാത്മനീ മായാതുരത്തെ പ്രവർത്തിയത്തെ മായാനിരന്തരത്തെ ഭൗതിക പ്രകൃതിയുടെ ദുർഗങ്ങളാകുന്നതിന്റെ ശക്തി തരണം ചെയ്യാൻ ദുഷ്കരമാണ്. പക്ഷേ എനിക്ക് ആത്മസമർപ്പണം ചെയ്തവർക്ക് നിഷ്പ്രയാസം അതിനെ തരണം ചെയ്യാൻ കഴിയും. കൃഷ്ണന് ആത്മസമർപ്പണം ചെയ്യേണ്ടാൽ അദ്ദേഹത്തിന്റെ ഭക്തന്മാർക്കും ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് അർത്ഥം. എന്തുകൊണ്ടെന്നാൽ ഒരു ഭക്തന്റെ ശരിയായ ഒരു ദാസനാകാതെ ആർക്കും കൃഷ്ണന്റെ ഉചിതനായ ദാസനാകാൻ കഴിയില്ല. ചാരീയ വൈഷ്ണവ സേവ നിസ്തര കൃഷ്ണന്റെ ഒരു ദാസന് സേവനം ചെയ്യാതെ ആരും കൃഷ്ണന്റെ ദാസനായി വെക്കപ്പെടുകയില്ല. മഹത്തായ വാക്യം നമ്മൾ ശ്രദ്ധിച്ചോ. Those who know little bit English, they can read in English always. Then you can take the help of the Malayalam or Malayalam. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാമെങ്കിൽ ആ ഇംഗ്ലീഷിൽ നിന്ന് ആ വാക്കുകൾ വായിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മലയാളത്തിന്റെ Even if you don't know English, also try to read in English. നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും ഇംഗ്ലീഷ് വായിക്കും. One of our godfather is the Krishna Chandra. എന്റെ ഒരു ദൈവ സഹോദരനുണ്ട്. He is also from South India. അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ And he don't know ABCD of English. അദ്ദേഹത്തിന് ABCD ആണ് ഇംഗ്ലീഷ്. But some other is served Maharashtra Goswami Maharaj for few months or few years. മഹാരാഷ്ട്ര ഗോസ്വാമി മഹാരാജനെ കുറച്ച് മാസങ്ങൾ അദ്ദേഹം സാധിച്ചു. Maharaj himself taught him, took the slate and pencil, and Maharaj ABCD taught him it. മഹാരാജന്റെ ഒരു സ്ലേറ്റ് എടുത്ത് അദ്ദേഹത്തിന് ABCD എന്ന് പറഞ്ഞു. And you can't believe he is now in the New Zealand. ഇപ്പൊ അദ്ദേഹം ന്യൂസിലാൻഡിലാണ്. And married with the foreign Mataji. അദ്ദേഹം ഒരു വിദേശീയ വനിതയാണ് വിവാഹം കഴിച്ചത്. They are 2 children also. The reason is that because he served. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആത്മീയ ഗുരുവിനെ സേവനം ചെയ്തു. Now he speaks nice English also. അദ്ദേഹം ഇംഗ്ലീഷിൽ നല്ലപോലെ ക്ലാസ്സുകളുണ്ട്. See the sentence to surrender to Krishna means to surrender to his devotee also. ഇവിടെ പറയുന്നത് കൃഷ്ണന്റെ സേവകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സേവകന്റെ സേവകനാണ്. For no one can be proper servant of Krishna. കൃഷ്ണൻ You can understand my word. For no one can be proper servant of Krishna ആർക്കും കൃഷ്ണന്റെ ഉചിതമായ സേവകനാകാൻ കഴിയില്ല unless he is a proper servant of a devotee.
അദ്ദേഹം കൃഷ്ണന്റെ സേവകന്റെ സേവകനായിരുന്നു. Here word given proper word is important. ഇവിടെ ശീല പ്രഭുപാദ പ്രോപ്പർ ശരിക്കും എന്ന വാക്ക് പ്രാധാന്യം. Proper means how our Gurudev want or how Guru Prabhupada want from us, that is proper. പ്രോപ്പർ അല്ലെങ്കിൽ ശരിക്കും സേവകൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ഗുരുദേവ് നമ്മളെ എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നു, ഗുരുപരമ്പര എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നു, ശീല പ്രഭുപാദ എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നു, അതുപോലെ ആണെന്നാണ് പ്രോപ്പർ. We adjust according to our way. നമ്മൾ ചിലപ്പോൾ നിർദ്ദേശിക്കാൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യും. That is improper, not proper. അത് ഇംപ്രോപ്പർ ആണ്, ശരിക്കും ചെയ്യുന്നതാണ്. And then this shloka given Chadiya Vaishnava Seva Nishtha Paya Chekaba, without serving a servant of Krishna, without serving a servant of Krishna, കൃഷ്ണന്റെ ഭക്തനെ സേവനം ചെയ്യാതിരുന്നാൽ one cannot be limited അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ഭക്തനാണ് to being a servant of Krishna itself. കൃഷ്ണന്റെ ഭക്തനാകാൻ അദ്ദേഹം ഉയർത്തപ്പെടുന്നത്. That's why Guru Mukha Padma Vakya, what is Chitate Kariya Ekta, Arana Kariya Asha. And that is Chitate Kariya Ekta. Guru Mukha Padma Vakya, whatever Gurudev told us, that should be our soul and final things in our heart. അതുകൊണ്ട് പറയുന്നു, ആത്മീയ ഗുരുനാഥൻ എന്ത് പറയുന്നു അതായിരിക്കും നമ്മുടെ അവബോധത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. So bhakti means challenging time we have to increase our faith. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളായ സന്ധികളിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഉയർത്തുക. How we can increase our faith? എങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ ഉയർത്താൻ സാധിക്കും? First we have to keep faith in the words of our Gurudev. ആദ്യം നമുക്ക് ഏറ്റവും വിശ്വാസം അടിസ്ഥാനമാക്കാൻ വേണ്ടത് നമ്മുടെ ആത്മീയ ഗുരുനാഥൻ നമുക്ക് പറയുന്ന വാക്കുകളിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകാറ്. Gradually our faith also increase. അങ്ങനെ നമുക്ക് ഗുരുവിന്റെ വാക്കുകളിൽ അചഞ്ചലമായ വിശ്വാസം വേണം. But what happened? The things not going according to our choice, then we become desperate. ഇങ്ങനെ നമ്മൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാത്ത രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ നിരാശനായിത്തീരും. The things is not according to our way, then we become agitated. നമ്മുടെ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. And then we lose this such a good part of devotional service. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ദേഷ്യം കൊണ്ടെങ്കിൽ പാതയും കിട്ടും. The devotional path beginning is a bitter sorrow. നമ്മൾ ഭക്തിയുടെ സേവനം തുടങ്ങുന്നത് കുറച്ച് കൈപ്പേറിയതാണ്. Maybe bitter some for long time also. ആ കൈപ്പ് കുറെ നാൾ ചിലപ്പോൾ ഉണ്ടാകും. Maybe bitter some till the last bit of our life also. മരണത്തിൽ തൊട്ട് മുമ്പ് വരെ കൈപ്പേറിയതായിരിക്കും. We have to learn how our Gurudev, how our Guru Parampara, how the Bhagavatam teaching us. പക്ഷെ നമ്മൾ ഇതിൽ തന്നെ പഠിക്കണം, എങ്ങനെയാണ് ഭാഗവതം ഗുരുക്കന്മാരെ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പഠിക്കണം. See, Bhagavatam, Bhagavatam, all Shastra teaching only one word to us. ശ്രീമദ് ഭാഗവതമാകട്ടെ ഭഗവത്ഗീതയാകട്ടെ നമുക്ക് ഒരേ ഒരു വാക്കാണ് പഠിപ്പിച്ചത്. Tam Tikshwa, Tikshwa. താം തിരിച്ച Tikshwa is tolerant. നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. More we tolerate, നമ്മൾ എത്ര ക്ഷമിക്കാൻ പഠിക്കുന്നു more we learn, അത്രയും നമ്മൾ പഠിക്കും, and more we progress. അത്രയും നമ്മൾ ഉന്നതി പ്രാപിക്കും. So faith is the basic things we require. അതുകൊണ്ട് വിശ്വാസമാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമുക്ക് വേണ്ടത്. Basic faith means Shraddha. ചെറിയ കുറച്ച് അടിസ്ഥാനപരമായ വിശ്വാസം അതിന്റെ പേര് ശ്രദ്ധ എന്നാണ്. And strong faith means Nishtha. നമുക്ക് ഉറച്ച വിശ്വാസത്തിനെയാണ് നിഷ്ഠ. To fill up this gap between Shraddha and Nishtha, we have to follow Gurudev instruction total. അപ്പം ഈ ആദ്യ തുടക്കത്തിലുള്ള നമുക്കൊരു ചെറിയ വിശ്വാസമുണ്ട്, അതിൽ നിന്ന് ഉറച്ച വിശ്വാസം നിഷ്ഠയാണ്. ആ ശ്രദ്ധയിൽ നിന്ന് നിഷ്ഠയിലേക്ക് നമുക്ക് വരണമെങ്കിൽ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ വളരെ അതേപോലെ നമ്മൾ പാലിക്കാൻ തയ്യാറാണ്. For me, even easy to speak all this philosophy. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ പറയാൻ വളരെ എളുപ്പമാണ്. I am also learning process. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. But when experience I can share and I can finish this discussion. I can share my experience and I can finish the discussion. ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഒരു ഉദാഹരണം കൂടെ നമുക്ക് എന്റെ ജീവിതത്തിലുള്ള ഒരു ഉദാഹരണം സമർപ്പിക്കുകയാണ്. അതോടുകൂടി ഞാൻ ക്ലാസ് This is not I am praising myself. ഞാൻ എന്നെ സ്വയം പുകഴ്ത്തുന്നതല്ല. But I want to give one practical example. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണം നൽകണം ആഗ്രഹം. Everywhere we are, ISKCON are growing everywhere, all over the world. ISKCON growing everywhere now. ISKCON ഈ അന്താരാഷ്ട്ര കൃഷ്ണ സമിതി ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. Many centers are coming up.
ഒരുപാട് സ്ഥലത്ത് സെന്റേഴ്സുകൾ വരുന്നുണ്ട്. There are thousands of Namahatta Kendras. ആയിരക്കണക്കിന് നാമകട്ടകൾ ഉയർന്നു വരുന്നുണ്ട്. Many devotees will doing preaching at the houses of the home also. പല ഭക്തന്മാരുടെ വീടുകളിൽ പ്രചരണം ചെയ്യുന്നുണ്ട്. College preaching, youth preaching, all are doing now everywhere. കോളേജുകളിൽ യുവാക്കളെ ചെയ്യുന്ന പല പല സ്ഥലത്ത് പ്രചാരണം നടക്കുന്നു. But at the same time, I find that many temples they are struggling for the collection of the money. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പല പല ക്ഷേത്രങ്ങളും പണം സമ്പാദിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണുന്നു. Reason is because we are deviate from the devotional path. We are ritualistic. Because we are deviate from the devotional path. കാരണം നമ്മൾ പണം സമ്പാദിക്കാൻ കഷ്ടപ്പെടുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഭക്തിയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ്. With a calm mind, good sadhana bhakti and steady behavior, if we try, everything will possible. നമുക്ക് ശാന്തമായ ഒരു മനസ്സുണ്ടെങ്കിൽ നല്ലൊരു സാധന ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്തി നല്ലപോലെ ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭക്തി ചെയ്യുന്നത്. Till today, and frankly speaking, the Rajkot, we are not collecting anything. Rajkot, we are not collecting anything. നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്നത് രാജ്കോട്ട് ക്ഷേത്രമുണ്ട്, വലിയൊരു ക്ഷേത്രമാണ്. അതിൽ ഇരുന്നാലും ഞാൻ ഒരു പണം സമ്പാദിക്കാൻ വേണ്ടി എവിടെയും പോയി ചോദിക്കുന്നില്ല. I'm really very sorry, I don't want to compare with anyone. That is not my ഞാൻ ഇവിടെ ഈ പറയുന്നത് എന്റെ ക്ഷേത്രവും മറ്റു ക്ഷേത്രങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്താനല്ല, അതല്ല എന്റെ ഉദ്ദേശം. don't want to make anyone down. ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടാനും അല്ല ഇവിടെ പറയുന്നത്. I am sharing my experience with that. ഞാൻ എന്റെ അനുഭവം മാത്രമാണ് ഇവിടെ ഷെയർ. My Gurudev, Mahavishnu Goswami Maharaj gave one lecture in 2006. എന്റെ ആത്മീയ ഗുരുവായ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് 2006 ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. We done Bhumi Pujan of Rajkot Temple in 2003. രാജ്കോട്ട് ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ 2003 നടന്നിരുന്നത്. And we don't have any single rupees in our bank account. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒറ്റ പൈസ പോലും ഇല്ലായിരുന്നു. Still we have to wait to start the digging of the soil. Start the digging of the soil. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് ഭൂമി പൂജ ചെയ്യണമെങ്കിൽ അത് ഭൂമി കുഴിക്കണം. We started our work 2007. ഞങ്ങൾ 2007 തുടങ്ങി. That audio lecture is available with us 2006. ആ 2006 മഹാരാജ് പറഞ്ഞ ലെക്ചർ ഞങ്ങൾക്ക് കയ്യിലെടുത്തു. In that lecture he told that in future year big marble temple, marvelous, temple will come up. അദ്ദേഹം ആ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാവിയിൽ വളരെ വലിയൊരു മാർബിൾ ക്ഷേത്രം ഉണ്ടാകും. He spoke that many difficulties, many challenges will come. അദ്ദേഹം പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. But we keep in the faith, Krishna definitely help us. പക്ഷെ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ നമ്മെ സഹായിക്കും. And he will build this temple in due course of time. അദ്ദേഹം ഈ ക്ഷേത്രം അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം പൂർത്തിയാക്കും. Now we started work 2007 and we stopped work 2009. Yes, when Maharaj on the very last day of the time. നമ്മൾ 2007 തുടങ്ങി മഹാരാജ് അസുഖബാധിതനായതുകൊണ്ട് 2009 പണി നിർത്തിയിരുന്നു. That time only structure come up, structure. ആ സമയത്ത് ഈ ക്ഷേത്രത്തിൽ സ്കെൽട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Still very long way to go. ഈ ഒരുപാട് സമയമെടുക്കും. We don't have a life membership, big scheme there, everything we are not doing that. നമുക്ക് ലൈഫ് മെമ്പർഷിപ്പോ മറ്റു പരിപാടികളൊന്നും ഇല്ല. No, that was actually Maharaj disciple is there, the numbers, not that. മഹാരാജന്റെ ശിഷ്യന്മാർക്ക് ഒത്തിരി ആൾക്കാരില്ല. And there is no big donor with us. നമുക്ക് വലിയ ധനം തരുന്ന വലിയ ആൾക്കാർ, വലിയ പണക്കാരില്ലായിരുന്നു. Even some of our godfathers also their faith is shaken. Now very difficult this temple is to come up. Some of godfathers they thought it will be difficult to temple to come up. ഇപ്പൊ ഇങ്ങനെ ശിഷ്യന്മാർ അതിലുമില്ല, അധികം ഡൊണേഷൻ തരുന്ന ആൾക്കാരില്ല. അപ്പം മഹാരാജന്റെ ഗോഡ്ഫാദേഴ്സും ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്ര വലിയൊരു ക്ഷേത്രത്തിന്റെ പണി നടക്കുമെന്ന് തോന്നില്ല. So then 2009 Maharaj health is very deteriorated. 2009 അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥ വളരെ മോശമായി തുടങ്ങി. That is from November 2009. നവംബർ 2009 മുതൽ and on 25th January 2010 left this world.
നവംബർ 2009 അസുഖം ബാധിച്ചു. ജനുവരി 28 ദൈവയോഗം നടന്നു. From 2010 to 2014, there is no any single work be done. Not a single work. 2010 മുതൽ 2014 വരെ നമുക്ക് ആ ക്ഷേത്രത്തിൽ ഒരു പണികളും ചെയ്യാൻ വേണ്ടി പറ്റില്ല. Because there is no money in the bank. No balance. ബാങ്കിൽ ഒരു പണം പോലും ഇല്ല. But myself and Devkinandan Prabhu keep the faith in the Gurudev words. പക്ഷേ ദേവകീനന്ദൻ പ്രഭു അദ്ദേഹം ഗുരുവിന്റെ വാക്കിൽ പൂർണ്ണമായി വിശ്വസിച്ചു. And we keep trying. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു വീണ്ടും ശ്രമിച്ചു. It is this gap between Shraddha and Nishtha. ഈ ഗ്യാപ്പിനെയാണ് ശ്രദ്ധയും നിഷ്ഠയും എന്ന് പറയുന്നത്. In 2014, the slowly work started. അതിനുശേഷം 2014 തൊട്ട് ആ വാക്ക് വീണ്ടും തുടങ്ങി. Money started coming, little bit slow is their money. പലരും ചെറിയ ഡൊണേഷൻ തന്നു തുടങ്ങി, പണം തന്നു തുടങ്ങി. 2019 we inaugurated a temple. 2019 ആ ക്ഷേത്രം Maybe those who visited is a really wonderful temple. നമുക്ക് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാതെ വളരെ മനോഹരമായ വലിയൊരു ക്ഷേത്രമാണ്. Today 2024. ഇപ്പൊ 2024 Still we are not asking anything from anyone. ഇപ്പോഴും ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഡൊണേഷന് വേണ്ടി ആരോടും ചോദിക്കാറില്ല. But you can't believe we are running like a pushing ourselves, but we are going forward like a bullet train. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Now last 1 year, this is last 1 year, or maybe last 2 years, we bought 4 land. നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തില് നമുക്ക് 4 സ്ഥലങ്ങളിൽ വലിയൊരു ലാൻഡ് കിട്ടി. Between Dwarka and the Jamnagar city, there is a small town called Khampalia, next to Reliance Industry. റിലയൻസ് ഇൻഡസ്ട്രിയുടെ അടുത്ത് കമ്പാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു വലിയൊരു ലാൻഡ് കിട്ടി. We bought land there. അവിടെ നമുക്കൊരു സ്ഥലം കിട്ടി. Then we bought land in the Porbandar also, Sudamanagari. സുധാമനഗരി അല്ലെങ്കിൽ പോർബന്തറിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടി. And that time you can imagine the seashore is there, land is there, and then the highway. Between highway and seashore, we bought the land, very costly land. ഞങ്ങൾക്ക് പോർബന്തറിൽ ഒരു ഹൈവേ നടക്കുന്നുണ്ട്. ഹൈവേയുടെ സമുദ്രമാണ്, അതിനിടയ്ക്ക് സമുദ്രത്തിന്റെ തീരമുണ്ട്. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വളരെ വിലപിടിച്ചുള്ള ലാൻഡ്. And then last year, കഴിഞ്ഞ വർഷം we bought land in the Somnath also. നമുക്ക് സോമനാഥ് ക്ഷേത്രം, പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രത്തിന്റെ അടുത്ത് ലാൻഡ് കിട്ടി. Just 4 days before I am in the Trivandrum, we finalized the land in the Junagadh also. നമുക്ക് ഞാനിപ്പോ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് തൊട്ട് ജുനാഗഡിലും ലാൻഡ് കിട്ടി. Junagadh also very nice place, very religious place. There is a Girnar Parvat is there. Girnar Parvat, Girnar mountain, Girnar mountain in Junagadh. Nice. ജുനാഗഡിലെ വലിയൊരു പർവ്വതമുണ്ട്. അതും വളരെ ഫേമസ് ആയ റിലീജിയസ് സ്ഥലമാണ്. അവിടെ ലാൻഡ്. See, if we not put our mind, our intelligence in devotional service and if we follow the Gurudev instruction, other things are all automatic. നമ്മൾ നമ്മുടെ ഗുരുവിന്റെ നിർദ്ദേശം പാലിച്ച് നമ്മൾ സാധന തുടർന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നു ചെയ്യും. I may build temple or may not be. I may build a temple, may not be. I may build a temple in these 4 areas, but may not be built. എനിക്ക് ഭാവിയിൽ ഈ 4 സ്ഥലങ്ങളിൽ എനിക്ക് ചിലപ്പോൾ ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റിയെങ്കിലും ഇരിക്കും. But future generation who may be there, they will do this, they will complete this. ഈ ഭാവി ഞാൻ പോയ ശേഷവും മറ്റ് ആൾക്കാർ വരുമല്ലോ. Because day by day land cost is increasing everywhere. ഓരോ ദിവസത്തോളം ലോകത്തിന്റെ ഈ ഭാരതത്തിലെവിടെയും ലാൻഡിന്റെ പൈസ കൂടിക്കൊണ്ടിരിക്കും. So whenever you try to serve as Gurudev, other things are byproduct. എപ്പോഴൊക്കെ ഗുരുവിനെ സേവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ബൈ പ്രോഡക്റ്റ് ആയി വന്നു. Same way, Yasya Prasada, Bhagavad Prasada. യസ്യ പ്രസാദ ഭഗവത് പ്രസാദ എന്ന് പറയുന്നു. If we try to become proper servant of Guru, നമ്മൾ ഗുരുവിന്റെ ശരിക്കുള്ള ശിഷ്യനായി മാറിയാൽ then only we become proper servant of Krishna. നമ്മൾ കൃഷ്ണന്റെ ശരിക്കുള്ള ഒരു ഭക്തനായി മാറും. That one sentence we have to remember today. ഇത് ഈ ഒരു വാക്യം നിങ്ങൾ ഈ ഒരു ദിവസത്തെ ഈ ക്ലാസ്സിൽ നിന്ന് ഉൾക്കൊള്ളണം. Srimad Bhagavatam ki jai, Prabhupada ki jai, Gaur Ki. I think late we may be. Yes. ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. Yes, yes.
എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞു ശിഷ്യൻ ഗുരുവിന്റെ ശരിക്കുമുള്ള ഒരു ശിഷ്യനായി കഴിഞ്ഞാൽ മാത്രമേ ഭഗവാന്റെ സേവകനാകാൻ പറ്റൂ. ഗുരുവിന്റെ ശരിക്കുള്ള ശിഷ്യനാകുന്നത് എങ്ങനെയാണ് നമുക്ക് എന്നാണ് എന്റെ ഒരു ചോദ്യം. When we become proper servant of the Guru, being the proper servant of Krishna. So, how can we become the proper servant of by hearing his lectures, reading how we may be interpreting another way. Yes. My experience telling me that because when we joined the temple, I came from the Bombay Radha Raspberry Congress in India. ഞാൻ ബോംബെ രാധാരാസനാഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ രാഷ്ട്രത്തിലേക്ക് വന്നത്. Here there is a 40 Congress duties. You know, I'm also leader that time. The Congress duty leader. അപ്പൊ അവിടെ 40 ഈ പുറത്ത് താമസിക്കുന്ന ഭക്തന്മാരുണ്ടാണ്. അവരുടെ ലീഡറായിരുന്നു ഞാൻ. I was working outside. ഞാൻ വെളിയിൽ ജോലി ചെയ്യായിരുന്നു. Daily I am going temple night time to serve their physical needs. ഞാൻ എപ്പോഴും പക്ഷേ എന്റെ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് ക്ഷേത്രത്തിൽ പോയി ഞാൻ എന്തെങ്കിലും കായികമായ ജോലികൾ ചെയ്യണം. I am CA myself, not to admire, but I want to. I am CA. ഞാൻ ഒരു CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. So they are actually going to the restaurant in Bombay too. They are going to the restaurant. Juhu Bombay Gopna restaurant. And daily 9 o'clock I had to see the what is called kitchen outward ticket. It's called kitchen outward ticket. See the stock of the kitchen. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഗോപ്ന റെസ്റ്റോറന്റിൽ വന്നിട്ട് ഒരു കണക്കുണ്ട് കിച്ചണിൽ എത്ര പോയി എത്ര ഔട്ട്വേർഡ് ഉണ്ട്. Daily 1 hour sitting there and checking how much today's how much things go out of the kitchen, that is stock is there. I have to check. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിരുന്നത് ഒരു കിച്ചണിൽ സ്റ്റോക്ക് റൂം ഉണ്ട്. ആ സ്റ്റോക്ക് റൂമിൽ എത്ര എണ്ണം പോയി എന്നുള്ളത് ഞാൻ And this is sitting job. ഇരുന്ന ജോലിയാണ്. But after that again 10 o'clock we have to clean all the, not I'm alone, all the potted area, outside area of the marble floor. അപ്പൊ അതിനുശേഷം ഈ ഇരുന്നുള്ള ജോലിക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി ക്ഷേത്രത്തിന്റെ പുറമുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി. Then when I joined the full time in the Dwarka, ഞാൻ ദ്വാരക ക്ഷേത്രത്തിൽ പൂർണ്ണമായി അധ്യക്ഷനായിരുന്നു. a lot of philosophy is in the head. എന്റെ തലച്ചോറ് ഒരുപാട് തത്വങ്ങളുണ്ടായിരുന്നു. Because when we read the Prabhupada books, we immediately become attracted to it. നമ്മൾ ശിലപ്രഭുവിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ ആകർഷണം തോന്നും. But we have to put in the practice by following the any senior duty, senior Vaishnava instructions. അപ്പൊ പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കണം. ആത്മീയ ഗുരുക്കന്മാരെയും ഉന്നത ഭക്തന്മാരെയും നിർദ്ദേശിക്കപ്പെടാൻ. Beginning I thought that now Dwarka Dham we got the chance to serve. Let me start the preaching immediately. അപ്പൊ ഞാൻ ഇരുന്നുള്ള ജോലിയായിരുന്നല്ലോ ജുഹു രാസപിള്ളാരി. I was thinking I can buy that laptop and then what is presentation called? PPT, what is called? Power presentation. I can also do also start doing this. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ജുഹുവിന് രാഷ്ട്രത്തിൽ വന്നു കുറെ തത്വം കുറെ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പ്രചാരണം ചെയ്തു തുടങ്ങാൻ വിചാരിച്ചു. പവർപോയിന്റിൽ See, few shlokas with me also that time. എനിക്ക് കുറച്ച് ശ്രമങ്ങൾ അറിയാമായിരുന്നു. Few philosophical points also with me. കുറച്ച് ആത്മീയ തത്വങ്ങളും അറിയായിരുന്നു. Sadhana bhakti also very strong. എന്റെ സാധനയും വളരെ സ്ട്രോങ് ആയിരുന്നു. There is no experience. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. Just Swanubhava Akila. There is no experience. പക്ഷെ എനിക്ക് ഒരു അനുഭവമില്ല. And not only that, there is no tolerance. എനിക്ക് ക്ഷമ എന്ന് പറയുന്നില്ല. See, tolerance means we want immediate now I become duty, just start preaching now. ഇപ്പൊ ഞാൻ ഒരു ഭക്തനായി വീട്ടിൽ ഞാൻ എല്ലാവരും പ്രചാരണം കൊടുക്കാം. But instead of power presentation or the group discussion or going to preaching, Maharaj gave us in our hand different things. പക്ഷെ ഞാൻ വിചാരിച്ചു ദ്വാരകയിൽ വന്നിങ്ങനെ പ്രചാരകനാകാമെന്ന് വിചാരിച്ചു വന്നു. പക്ഷെ മഹാരാജ് വേറെ Myself and Sundar Gopal, my godbrother. എന്റെ ഒരു ദൈവ സഹോദരൻ സുന്ദർ ഗോപാൽ പ്രഭു. Maharaj gave us to clean or wash the bed sheets, pillows cover, clean the dharmashala, that is the tip of the dharmashala room, clean the bathroom, washroom daily. They cook for the devotees or maybe they are coming to stay there. And we are charging 30 rupees per person, 1996.
30 rupees. ഞാൻ വലിയ പ്രചാരകനാണെന്ന് വിചാരിച്ചിട്ട് ദ്വാരക ക്ഷേത്രത്തിൽ വന്നപ്പോ പക്ഷെ മഹാരാജ് എനിക്ക് തന്നത് ഷീറ്റ് കഴുകാനും ബാത്റൂം കഴുകാനും ധർമ്മക്ഷേത്രത്തിലെ അതിഥികൾ കഴുകാനും റൂമുകൾ കഴുകാനും ഒക്കെയാണ് എനിക്ക് തന്നത്. Whoever visitor Maharaj, they are demigods, they have to welcome nicely. ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു ഒരു അതിഥികളുടെ സേവകനാകാൻ വന്നവരെല്ലാം ദേവന്മാരെ പോലെയാണ് അവരെ സേവിക്കാനാണ്. Not only that, within 6 months, Maharaj immediately bought one land in Dwarka, agriculture land. അപ്പൊ 6 മാസത്തിനുള്ളിൽ മഹാരാജാവിന് ഒരു അഗ്രികൾച്ചർ ലാൻഡ് കൃഷിഭൂമി. And he brought 5 cows from one big Goshala as a donation. ഒരു ഡൊണേഷൻ കിട്ടി 5 പശുക്കളെ കിട്ടി. And we Mumbai people, we never see cows, we don't know cow milkers. നമ്മൾ ബോംബെയിൽ താമസിച്ചിരുന്ന പശുക്കളെ കൂടി ശരിക്കും കണ്ടിട്ടില്ല. എനിക്ക് പ്ലാൻ കിട്ടാറുണ്ട്. Maharaj taught us how to get ready to the cows' beaks also. അങ്ങനെ എങ്ങനെ പശുക്കളെ സേവിക്കണമെന്ന് പറഞ്ഞു. He taught us to do the agriculture, he taught us to graze the cows in the nearby field area, he taught us the milking the cows, and he taught us how we should be tolerate the cows' beak also. അപ്പൊ മഹാരാജാവിന്റെ പശുവിനെ എങ്ങനെ കറക്കണം, പശുവിനെ എങ്ങനെ പുല്ല് മേയ്ക്കാൻ കൊണ്ടുപോകണം, പശുവിന്റെ കുത്തുകളൊക്കെ സഹിക്കണം, ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു. I'm not taking that much time, but I want to tell that time is going like this way. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. I have to become many times disturbed. It's not that it's not I'm taking my journey is very easy. I'm not taking my journey is easy. Many things I have to disturb many times. ഓക്കെ, ഞാൻ പറയുന്നില്ല എന്റെ ഭക്തി യാത്ര അല്ലെങ്കിൽ ജീവിതയാത്ര സുഖമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. Our Shraddha is, very dwindling. നമ്മുടെ വിശ്വാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കുറഞ്ഞിരിക്കുകയാണ്. 6 or 7 times I have to pack my bag. Pack my bag to leave the home. ഞാൻ 6-7 ബാഗ് പാക്ക് ചെയ്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകണം വിചാരിച്ചു. Because more than service, to tolerate each other is very difficult. സേവനം ചെയ്യുന്നതിലല്ല, മറ്റെല്ലാം ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും. And then what happened? Some other Maharaj requested me or Maharaj to stay here. That time I thought maybe Maharaj in need of me or need of us. അപ്പൊ ഇങ്ങനെ ഞാൻ തട്ടി പോകാനായിട്ട് ബാഗ് ആക്കി സ്റ്റേ ചെയ്യണമെന്ന് പറയും. അപ്പോഴും ഞാൻ അധ്യാപകർ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ സേവനം. Actually, pure duty not need of us. ഒരിക്കലും ഒരു പരിശുദ്ധ ആരുടെയും സഹായം ആവശ്യമില്ല. He need of us that he cares for our devotional service. അതേ നമ്മൾ എന്തിനാണ് നമ്മുടെ കൂടെ നിർത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി. He is worried that now some other is in this compound temple atmosphere, and these people are not fit in the other world also. There are some few duties that does not fit in the other world. അദ്ദേഹത്തിന് തോന്നി നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിൽ കോമ്പൗണ്ടിനകത്താണ് ഇവിടെ സേവനങ്ങൾ ചെയ്യുന്നു, ഇവർ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പറ്റില്ലാന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. Gurudev mercy and little bit our religion. ഗുരുവിന്റെ കാര്യങ്ങൾ നമ്മുടെ ചെറിയൊരു ശ്രമം കൊണ്ട് we keep trying. നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. See, there are now also many challenges are there. It's not that everything is going smooth. ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊക്കെ സുഖമായി നടക്കില്ല. But now we understand that challenges is always good for our, to increase our faith in Guru Parampara and Krishna. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളും ചലഞ്ചസ് വരുമ്പോൾ അത് എനിക്ക് ഗുരുവിലും കൃഷ്ണനിലുള്ള വിശ്വാസം ഉറപ്പിക്കാനുള്ള ഭാഗങ്ങളാണ്. Sometime in the challenges, ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ചില we ബുദ്ധിമുട്ടുകൾ feel that we totally failed. നമ്മൾ വീട് പോയി എന്ന് നമ്മൾ വിചാരിക്കും. Krishna Guru never allowed him to keep faith in him or Krishna. നമ്മൾ വിചാരിക്കും ഞാൻ ഭക്തിയിൽ വീട് പോയി, കൃഷ്ണൻ വിശ്വാസം ഒരിക്കലും Up to this we come down. നമ്മൾ താഴെ വീടിന്റെ തൊട്ടടുത്ത് വരരുത്. Again they pull us up. എന്നിട്ട് കൃഷ്ണന്റെ ബുക്കിംഗ് എടുക്കാം. That period we have to talk. ആ വീടിന്റെ സമയം വീട് തൊട്ട് താഴെ വീടുന്നത് വരെയുള്ള സമയം നമ്മൾ Then other things not affect us. മറ്റൊന്നും നമ്മളെ സ്വാധീനിക്കും. Now I'm telling like a bullet train. I'm not advising. It's a fact. We are not asking single pay from anyone. ഞാൻ ഒരു ക്ഷേത്രത്തിന് ഒറ്റ കാലത്ത് ഒരു പണം പോലും ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോൾ വളരെ നേരം ക്ഷേത്രത്തിൽ Only 2 times in our godmothers I will appeal that this land is buying if you want to give. അപ്പൊ അതിന്റെ ഡോണേഴ്സ് വരികയാണെങ്കിൽ Appeal for land we are going to buy. If you want to give donation, welcome. എന്തെങ്കിലും ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ അവരോട് അഭ്യർത്ഥിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്
ഡൊണേഷൻ തരാം നല്ലതെന്ന് പറയുന്നത്. But it's not public propaganda. പക്ഷെ അതൊരു വലിയൊരു പ്രൊപ്പഗൻഡ ആയിട്ട് എല്ലാവരും പറഞ്ഞ് നടക്കാറില്ല. So main reason we can survive if we try, we keep try. That's the main thing. നമ്മൾ നമുക്ക് ഈ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. വീണ്ടും ശ്രമിക്കുക. ശ്രമിച്ചോളിക്കുക. To blossom the mind, we have to chant Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare. മനസ്സിന് പീസ്ഫുൾ ആയിട്ട് ഈ ഒരു പാതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ to blossom our intelligence, we have to read the Shastra. നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നാമജപവും നമ്മുടെ ബുദ്ധിയെ ഉയർത്താനായിട്ട് ശ്രീല പ്രഭുപാദ. But to came out of ahankar, we always have to associate with the devotees. പക്ഷെ നമ്മുടെ ഈ അഹങ്കാരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഭക്തന്മാരുടെ സംഘം കൂടിയേക്കും. Maharaj always taught us whoever may be in front of us. Maybe he has done very bad karma, very simple person, but if he is in the devotional service, practicing, try to keep in the devotional life, we must associate with him also. മഹാരാജ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് സ്വഭാവം വളരെ മോശമായിരിക്കും, അത്ര നല്ല ഉന്നത സ്വഭാവം കാണത്തില്ല, പക്ഷെ ഭക്തിയുടെ സേവനത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ. With all differences, we have to together with each and everyone. എത്രയെങ്കിലും നമുക്ക് പരസ്പരം ഭിന്നമായ പ്രവൃത്തികൾ ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ഒത്തൊരുമയോട് കൂടി. And if we carry on like this way, then these yatras will feel easy. If the challenges also with this yatra will feel easy. ഇങ്ങനെ നമ്മൾ തുടർന്ന് പോവുകയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടുകളാണെങ്കിലും നമുക്ക് ഈ ആത്മീയ. Last thing, put our mental demand, mind demand in devotional service to our own way, that put aside. Our mental demand, we have to put aside in the devotional service. നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്താഗതി കൊണ്ട് നമ്മുടെ ഭക്തിയുടെ സേവനത്തിന് ആക്കാനായിട്ട് ശ്രമിക്കരുത്, അത് മാറ്റി വെക്കുന്നത്. Always try to see whether Prabhupada like or not, whether Prabhupada way is this, or our Gurudev like or not, or Prabhupada or Gurudev want this way. That way only we try to do. Whether even if we fail also. നമ്മുടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും അതിനെ ഇങ്ങനെ ചിന്തിക്കണം. ഇത് പ്രഭുപാദിനെ ഇഷ്ടപ്പെടുമോ, പ്രഭുപാദിനെ ഇഷ്ടപ്പെടത്തില്ലേ, ഇത് ഗുരുവിന് ഇഷ്ടപ്പെടുമോ, ഇത് ഗുരുവിന് ഇഷ്ടപ്പെടത്തില്ലേ. Jnana and Vairagya is the byproduct. Jnana and Vairagya is the byproduct. ജ്ഞാനവും വൈരാഗ്യവും എല്ലാം ഭക്തിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. More we keep away from our ahankar and cloudy intelligence away from us, then more we grow nicely. നമ്മുടെ അഹങ്കാരം, നമ്മുടെ ജ്ഞാനത്തെ ഭാവം ഇതെല്ലാം മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ വൈരാഗ്യം സാധിക്കൂ. Association of duty is also the key factor to grow in the devotion. ഭക്തന്മാരുടെ സംഘമാണ് നമ്മുടെ ഭക്തി വൈരാഗ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. Everyone come again. Now we are going to develop soon Somnath, Junagadh place also. There are nice or religious tour. Dwarka, Somnath, Junagadh, all religious places actually. നമുക്ക് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തില് ആണ് ദ്വാരക ധാമമുള്ളത്. ജുനാഗഡ്, സോമനാഥ് എല്ലാ ക്ഷേത്രങ്ങളിലും പോവുകയാണ്. തീർത്ഥയാത്ര നടത്താൻ ഞാൻ എല്ലാവരും ക്ഷണിക്കും. Somnath is the outer 12 Jyotirlinga, first Jyotirlinga is Somnath. 12 ജ്യോതിർലിംഗങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ ജ്യോതിർലിംഗം സോമനാഥാണ്. And we got one small hall in donation where we started our teaching center in Somnath. നമുക്ക് ഒരു ചെറിയൊരു സ്ഥാനം അടുത്ത് കിട്ടിയിരുന്നു. അവിടെ It is next to the Balka Tirtha temple, Balka Tirtha, where Krishna left this world. You know that Uttara put that, that the same place. Next to it, our center. അതായത് കൃഷ്ണൻ ഈ ഭൗതികലോകത്തിൽ നിന്ന് തിരിച്ച് ആത്മീയലോകത്തേക്ക് പോയ സ്ഥലമാണത്. അവിടെ തന്നെ ഒരു സെന്ററാണ്. Junagadh, there is a big mountain, Girnar Parvat is there. ജുനാഗഡിൽ ഗിരിനാഥ് എന്ന് പറഞ്ഞ വലിയൊരു പർവ്വതമുണ്ട്. Bhagavatam mentioned, I think the name of that Parvat, Parvasha something is there. The same mountain, Krishna Balaram jumped when the Jarasandha after them. It is a Revati Damodar temple. The name of Balaram is there in Damodar. Revati Damodar Kshetram. There is a Damodar Kunda.
Damodar Kunda, very nice Damodar Kunda. We do the for our forefathers we that Shraddha ceremony. There are people we can. അവിടെ രാമന്റെ കുണ്ടമുണ്ട് പൂർവികർ പിണ്ടം വയ്ക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. And in the Giriraj, in the middle, there's a Mata demigod, Amba demigod temple. Amba ക്ഷേത്രമുണ്ട് ഗിരിനാഥ് പർവ്വതത്തിൽ. So many places, you please come. We try to serve all of you. അവിടെ ഒരുപാട് പുണ്യസ്ഥലങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ ഗുജറാത്തിലേക്ക് ക്ഷണിക്കുന്നു. His Grace Vaishnav Seva Prabhuji ki jai. Koti Vaishnav ki jai. Okay.